ഓം നമശിവായ. എറണാകുളത്തപ്പ ശരണം. ഇപ്പോൾ നമ്മുടെ പ്രസാദൂട്ടിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഭഗവാൻ പരമേശ്വരന്, അതായത് എറണാകുളത്തപ്പന് നേദിച്ച ചോറ്, അത് 3 കുട്ടലങ്ങളിൽ ഇവിടെ തയ്യാറാക്കുന്ന, ഇന്നത്തെ അന്നദാനത്തിന് തയ്യാറാക്കുന്ന ആ 3 കുട്ടലങ്ങളിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. കാരണം ഭഗവാന് അർപ്പിച്ചിരിക്കുന്ന ആ നിവേദ്യം നമ്മൾ ഇന്നത്തെ ആ അന്നദാനത്തിലേക്ക്, അന്നദാനം എന്ന് പറയുന്ന ആ 3 പാത്രങ്ങളിലേക്ക് നമ്മൾ വിതറി മിക്സ് ചെയ്തിട്ട് ഇന്ന് അന്നദാനത്തിന് ഉപയോഗിക്കുന്നു. അതെ, ഇന്നത്തെ പ്രസാദൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ പ്രസാദൂട്ട് ധന്യമാകാനും എല്ലാം വളരെയേറെ ഭംഗിയായിട്ട് പോകാനും അതെല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹവും എറണാകുളത്തമ്മൻ്റെ കടാക്ഷവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയ ഇന്ന് നടത്തിയത്. ഇപ്പോൾ ചോറ്, സാമ്പാർ, കായചേന മെഴുക്കുവരട്ടി, എരിശ്ശേരി, അച്ചാറ്, പപ്പടം എത്തിയിട്ടില്ല. നമുക്ക് മോരും ആണ് ഇന്നത്തെ വിഭവങ്ങളായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പായസം, പാൽപ്പായസമാണ്. ഓക്കെ. ഇന്നലെ എറണാകുളത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് നമുക്കെല്ലാവർക്കും. ഇന്നലെ ഏകദേശം ഒരു 10,000-ഓളം പേര് വന്ന് വളരെ ഭംഗിയായി, ഒരു ദിക്കുമില്ല തിരക്കുമില്ലാതെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവുകയും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള നിർവൃതി ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ന് ഏകദേശം ഒരു 20,000 പേരോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നാളിതുവരെ അവസാനത്തെ 4 ദിവസം മാത്രമാണ് അന്നദാനം ഉണ്ടായിരുന്നത്. നിലവിൽ അതിൽ കൂടുതലായിട്ടുള്ള 7 ദിവസം അടുപ്പിച്ച് നമ്മളിപ്പോൾ നടത്തുന്നതുകൊണ്ടുള്ള ആ തുടക്കം എല്ലാവർക്കും മനസ്സിലായി വരാനുള്ള ഒരു താമസം, അതിൻ്റെ ഒരു ഇതാണുള്ളത്. അതായി കഴിയുമ്പോൾ 20,000 കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അറിഞ്ഞു വരണം. എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹമാണല്ലോ എല്ലാത്തിലും വരുന്നത്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ.